ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ഗ്രിൽഡ് ചിക്കൻ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പിനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും 3 പച്ചമുളക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് 3 ഉണ്ട വെളുത്തുള്ളി അല്ലി. ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ 3 ഉണ്ട എടുത്തത്. ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം മതിയാകും. പിന്നെ ഇതിലേക്ക് വേണ്ടി കുറച്ചധികം ഇഞ്ചിയും വേണം. ഇതുപോലെ 2 വലിയ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അല്ലിയും കുരുമുളകും 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് തൈരും, നല്ല കട്ടിയുള്ള തൈര് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. വെറും 2 ടീസ്പൂൺ ഓയിൽ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാണ്. ഒരുപാട് ലൂസ് ആവേണ്ട കാര്യമില്ല, കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇതിവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഓരോ പീസിന്റെയും ഉള്ളിൽ നല്ലതുപോലെ അരപ്പ് കയറത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. ഈ ഓരോ പീസും നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു വേണം എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിനുള്ളിലേക്ക് അരപ്പ് കടക്കത്തുള്ളൂ. ഈ അരപ്പിന് തന്നെ നല്ലൊരു മണമാണ്. ഇതിവിടെ മസാല നല്ലതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് കടായിലാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചിക്കനാണ്. ഇതിവിടെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഗ്രിൽ ചെയ്യുന്നത് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം. ഇതിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പാത്രം മൂടി വെച്ചിട്ട് വേണം നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. നമ്മളിതിൽ ഇനി വെള്ളമോ എണ്ണയോ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഗ്രേവിയും ഉണ്ടാവും. ഇതിവിടെ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്യുകയോ ഓയിൽ ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മസാലയിൽ തന്നെയുള്ള ഗ്രേവിയും ഓയിലുമാണ്. ഇനി ഈ പീസസ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് എല്ലാം ഞാനിവിടെ മറച്ചിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും പാത്രം മൂടിയിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചും ഒന്ന് വീണ്ടും ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവണം. ഇതിവിടെ പാകത്തിന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടായി ഗ്രിൽ ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.